രാവിലെ കണ്ണ് തുറന്ന് എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ലേറ്റായിട്ടാണല്ലോ എത്തിയത് തിരിച്ചിട്ട്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ എണീറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ട് ഇറങ്ങുമ്പോഴേക്കും 4 എത്രയോ ആയിട്ടുണ്ടായിരുന്നു, 5 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോയി അച്ഛനെയും അമ്മനെയും അനിയനെയും കണ്ടു. അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരു 5:15 ആയപ്പോഴേക്കും അമ്പലത്തിലേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5:40 ആകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നമ്മൾ ലൈൻ നിന്നു. ഈ അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 3:30 തൊട്ടിട്ട് 5 മണി വരെയാണ് ഫസ്റ്റ് നമുക്ക് തൊഴാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു 6:30 തുടങ്ങുന്നത്. 5 വരെയാണോ 5:30 വരെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ തുടങ്ങുന്നത് 6:30 നട തുറക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5:45 ആകുമ്പോഴേക്കും ലൈൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 6:30 ആകുമ്പോഴേക്കും നമുക്ക് തൊഴാൻ പറ്റി. അങ്ങനെ തിരക്കോ കാര്യങ്ങളോ അത്ര ബുദ്ധിമുട്ടിക്കുന്നതല്ലായിരുന്നു. കാരണം നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് അമ്പലത്തിൽ നല്ല വിസ്തരിച്ച് നമ്മൾ തൊഴുതു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മഴ കാര്യങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു, കുളമൊക്കെ കണ്ട് അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്നു. ഇന്നും മഹാബോളി കഴിക്കാൻ പറ്റിയില്ല. കാരണം 8 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പ് തുറക്കാൻ 8:45 അതുകൊണ്ട് ഇന്നും ഇപ്രാവശ്യം ബോളി കഴിക്കാൻ പറ്റിയില്ല അവിടുന്ന്. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ പഴവങ്ങാടി ആണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും വരുമ്പം പഴവങ്ങാടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ വരുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ടാണ് ദോശ കഴിക്കാറ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ദോശയൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോയി. കാരണം എല്ലാവർക്കും ഒന്ന് ഉറങ്ങണമായിരുന്നു കുറച്ച് നേരം. കാരണം കഴിഞ്ഞ ദിവസം ലേറ്റായിട്ടാണ് കിടന്നത്. ഇന്നാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ. അപ്പം എല്ലാവർക്കും ഒന്ന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞേരെ നമ്മളൊരു 11:30-11:45 അവരെല്ലാവരും പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നേരെ നമ്മൾ പോയത് ലുലുവിലേക്കായിരുന്നു, പാരഗണിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാരഗണിൽ പോയിട്ടാണ് ലഞ്ച് കഴിച്ചത്. പിന്നെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് പാരഗണിൽ തിരക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ പാരഗണിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാനും അനിയനും ബിരിയാണിയാണ് കഴിച്ചത്, അമ്മയും അച്ഛനും മീൽസാണ് കഴിച്ചത്. പിന്നെ നമ്മൾ അത് എത്തുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ഒരു ക്രീവിങ്സ്. അപ്പോൾ നമ്മൾ ഇളനീർ പുഡിങ്ങും പിന്നെ ഒരു ബ്ലൂബെറി ചീസ് കേക്ക് ഓർഡർ ചെയ്തു. നമ്മളല്ല, ഞാനാണ് ഓർഡർ ചെയ്തത്. കാരണം എനിക്കായിരുന്നു ക്രേവിങ്സ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അതും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഒബ്വിയസ്ലി പാരഗണിലെ ഫുഡാണല്ലോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിസോയിൽ പോയി. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് മിനിസോയിൽ പോകണം, ഇവരെ കൂടെ ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ മിനിസോയിൽ പോയി. അങ്ങനെ മിനിസോയിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ സോക്സ് വാങ്ങിട്ടോ. നല്ല ക്യൂട്ട് അവക്കാഡോൻ്റെ ഒരു ഇത് വരുന്നൊരു സോക്സ് ആയിരുന്നു. അമ്മയ്ക്ക് അത് വാങ്ങി, അമ്മയ്ക്കത് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്കാണ് പോയത്. റൂമിൽ പോയി പിന്നെ വിത്തിൻ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി. കാരണം ചെക്ക് ഔട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്കാക്കണ്ട വെച്ചിട്ട് വേഗം തന്നെ ഇറങ്ങിയതാണ്. ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറി വേണ്ട വെച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിനിൽ അവർ കയറിയിരുന്നു. കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു ട്രെയിൻ എടുക്കാൻ. പക്ഷെ ഞാൻ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നു. കാരണം അവിടെ നിൽക്കണ്ടല്ലോ. ഞാൻ ഇറങ്ങി അപ്പം തന്നെ മഴയും പെയ്തു. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തി. സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഒറ്റയ്ക്ക്